വർഷത്തെ പിണറായിയുടെ ദുർഭരണം, അതിനു മുന്നേ 10 വർഷം ഈ മണ്ഡലത്തിൻ്റെ പാർലമെൻറ്റ് എം പി ആയിരുന്ന ഇടതിൻ്റെ ബിജു, 5 വർഷം എം പി ആയിരുന്ന രമ്യ ഹരിദാസ്, ഈ കഴിഞ്ഞ 15 വർഷങ്ങൾ ആലത്തൂർ വികസന മുരടിപ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ ജനിച്ചു വീഴുന്ന ആ സമയത്തുണ്ടായിരുന്ന ആലത്തൂർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇന്നും ആലത്തൂർ പൊതുവെ കാർഷിക മേഖലയാണ്. കേന്ദ്ര സർക്കാർ കൊടുത്ത ₹1.40 27.40 കൂട്ടിക്കൊടുത്ത പൈസ പോലും ഈ സർക്കാർ കുറച്ചുകൊണ്ട് കർഷകരെ ചതിക്കുന്ന ഏർപ്പാടാണ് കാണിച്ചത്. ഇവിടെ കർഷകർക്ക് വേണ്ടി തണ്ണീർത്തടങ്ങളോ അവർക്ക് വേണ്ട നെൽ സംഭരണം ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടിയുള്ള ബാക്കി സപ്ലൈകോ എന്നുള്ള വേണ്ട ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അതെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് ലോണുകൾ മാത്രമാണ് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ രമ്യ ഹരിദാസ് ആകെ ചെയ്തിരിക്കുന്നത് വലിയ പോസ്റ്റർ അടിച്ച് വലിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാത്രം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഫ്ലെക്സുകൾ വയ്ക്കുക അല്ലാതെ വേറെ ഒരു വികസന പ്രവർത്തനം വന്നിട്ടില്ല. ആകെ ഉള്ളത് നമുക്ക് കുറച്ചൊരു ഗുണകരമായിട്ട് വന്നിട്ടുള്ളത് ഈ 4 വരി പാത മാത്രമാണ്. അത് കേന്ദ്ര സർക്കാർ കൊടുത്താണ്. ഇടതും വലതും കൊണ്ടുള്ള കൂട്ടിക്കളി ഇത് വേണ്ട. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടും സപ്ലൈക്കോ അതേമാതിരി പഞ്ചായത്ത് ടാക്സ് എല്ലാ ടാക്സുകളും കൂട്ടിയിട്ട് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. അതിന് നിൽക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ മുന്നണി അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. വികസനം എന്താണെന്ന് ഒന്നും പറയുന്നില്ല. വികസനം എവിടെ വരെ എത്തി അതൊന്നും പറയുന്നില്ല. സാമൂഹ്യ പെൻഷൻ സെൻസൻ പെട്രോൾ സെസ് വെച്ച് 2%. അത് ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയുന്നത് അത് ജനങ്ങളുടെ അധികാരമല്ലെന്ന്. അപ്പോൾ ഇങ്ങനൊരു ഇതെല്ലാത്തിനെതിരായി ഒരു മാറ്റം വേണം. ആ മാറ്റത്തിന് ഇവിടുത്തെ എല്ലാവരും കൂടി കൂട്ടുന്നാൽ ആ മാറ്റം വരാൻ പറ്റില്ല. ഭൂരിപക്ഷം ആൾക്കാരെല്ലാം നെൽകൃഷി ചെയ്യുന്നവരാണ്. ഈ നെൽകൃഷിക്കാർക്ക് ഉൽപ്പാദിപ്പിച്ച നെല്ല് കൊടുത്തതിന് ശേഷം ഒരു കടക്കാരനെ പോലെ ഒരു ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുള്ളതാണ് ഇവിടെ ഈ സംസ്ഥാനത്ത് അവരുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അത് വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ നെല്ല് കൊടുത്താൽ തന്നെ അത് ഒരു ലോണായിട്ട് ഇപ്പോൾ നമ്മൾ സപ്ലൈകോൻ്റെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ കൃഷിക്കാരൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതിൽ കേന്ദ്ര വിഹിതം, അതായത് ഒരു 22 രൂപയോളം കേന്ദ്ര വിഹിതം തരുന്നുണ്ട്. ബാക്കി 6 രൂപയോളം ആണ് സംസ്ഥാന ഗവൺമെൻറ് തരുന്നത്. കേന്ദ്രം തരുന്ന വിഹിതം പോലും ഒരു കൃഷിക്കാരൻ ലോണായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. അപ്പോൾ ഇത് വളരെയധികം കൃഷിയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ പലതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല യോജനകൾ പ്രകാരം കിട്ടുന്ന സബ്സിഡിയും ഇൻഷുറൻസ് തുകകളും മറ്റൊക്കെയാണ് കൃഷിക്കാർക്ക് ആശ്വാസമാകുന്നത്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.